ഹലോ, ഇന്ന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള വാഴപ്പിണ്ടി തന്നെ തോരൻ ഉണ്ടാക്കിയാലോ. അതിൻ്റെ ഒപ്പം പയറും കൂടി ചേർത്താണ് ഞാനിവിടെ തോരൻ വെക്കാറ്. ഇങ്ങനെ ഉണ്ണിപ്പിണ്ടി എടുക്കണം. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അമ്മ അതേ പിണ്ടി ഇങ്ങനെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി അരിഞ്ഞെടുക്കുമ്പോൾ ഇതിനകത്ത് വരുന്ന ഈ നൂല് ഇങ്ങനെ കൈ ചുറ്റി എടുക്കുന്നത് അതിങ്ങനെ ഞങ്ങൾ തൊപ്പി പോലെ മേടിച്ച് വെക്കും. പണ്ടൊക്കെ കഞ്ഞിയും കറിയും വെച്ച് കളിക്കൽ നമുക്കൊരു ഹരാണല്ലോ. അങ്ങനെ കറി വയ്ക്കുമ്പോൾ ഞങ്ങളുടെ ഫിംഗർ ക്യാപ്പൊക്കെ ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഇതേ പിണ്ടി ഞാൻ വട്ടത്തിലരിഞ്ഞ് അതിലെ ആ നാരൊക്കെ ചുറ്റി എടുത്ത് കളഞ്ഞതിന് ശേഷം ഇതിങ്ങനെ കുരുകുരാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ച പയറുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളപ്പയറാണ്, വൻപയറെന്നും പറയും. അത് ചേർത്ത് കൊടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഉപ്പും അല്പം വെള്ളം ഒഴിച്ചാൽ മതി. കാരണം പിണ്ടിയിൽ വെള്ളത്തിൻ്റെ അംശമുള്ളത് കൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച പച്ചച്ചുക ഉണ്ടാകും. പിന്നെ ഒരു ചീഞ്ചാട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് അതിലേക്ക് കടുക് താളിച്ച് വെളുത്തുള്ളി, ചുവന്നുള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചതച്ചെടുത്ത് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. നന്നായി മൂത്തതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയോടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വാഴപ്പിണ്ടിയും പയറും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ചിരണ്ടിയിട്ടാൽ ആഹാ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. വാഴത്തടയൊക്കെ വെറുതെ വെട്ടിക്കൂട്ടി കളയുമ്പോൾ ഇതുപോലെ വാഴപ്പിണ്ടി എടുത്ത് തോരനുണ്ടാക്കി നോക്കൂ. ഇനി പുതിയ വീഡിയോയുമായി വരുന്നവരെ ബൈ ബൈ.